പത്തരമാറ്റിൻ്റെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദർശിൻ്റെ അച്ഛൻ ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് ആദർശിനെ വിളിച്ചു വരുത്തുന്നുണ്ട്. നമ്മുടെ അസോസിയേഷനിൽ ഒരു കോമ്പറ്റീഷൻ നടക്കാൻ പോവുകയാണ്. കപ്പിൾസിന് വേണ്ടിയിട്ടുള്ള കോമ്പറ്റീഷനാണ്. അതിൽ ബെസ്റ്റ് കപ്പിൾസിനെ തിരഞ്ഞെടുത്ത് ക്യാഷ് പ്രൈസും കൊടുക്കുന്നുണ്ട്. 15 ലക്ഷം രൂപയാണ് ക്യാഷ് പ്രൈസ്. ആ പ്രോഗ്രാമിന് നമ്മുടെ വീട്ടിലെ കുട്ടികളെയും അവർ ക്ഷണിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ ജയൻ അവരോട് പറയുന്നുണ്ട്, ഈ വീട്ടിലെ ബെസ്റ്റ് കപ്പിൾസ് ഞാനും അനിയുമാണ്. അതിനിനി പ്രത്യേകിച്ച് മത്സരത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ആദർശേട്ടൻ നയനയെടുത്തിയും ഈ മത്സരത്തിൽ പങ്കെടുത്താൽ എന്തായാലും അവർ തോറ്റുപോകും. അതുകൊണ്ട് അവർ മത്സരിക്കുന്നതിനോട് എനിക്ക് അത്ര യോജിപ്പില്ല എന്നൊക്കെ പറയുകയാണ് അനാമിക. ഇത് കേൾക്കുമ്പോൾ നവ്യയ്ക്കാണെങ്കിൽ ആകെ ദേഷ്യം വരികയാണ്. ആദർശേട്ടൻ നയനയ്ക്ക് എന്ത് കുഴപ്പമാണ് നീ കാണുന്നത്? അവരാണ് ഈ വീട്ടിലെ ബെസ്റ്റ് ജോഡി എന്നൊക്കെ നവ്യ അനാമികയോട് വളരെ കടുത്ത സ്വരത്തിൽ തന്നെ പറയുകയാണ്. നയന, നീ അനാമിക പറയുന്നത് കേട്ട് എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത്? നീ അങ്ങ് വിട്ടേക്ക്. നീ ഞാനുമാണ് ഈ ലോകത്തിലെ ഏറ്റവും പൊരുത്തമുള്ള ജോഡി. അനാമിക നമ്മൾ മത്സരത്തിൽ പങ്കെടുക്കാതിരിക്കാൻ വേണ്ടി പുതിയ അടവുമായിട്ട് വന്നതാണ്. നീ അതൊന്നും കാര്യമാക്കേണ്ട എന്നൊക്കെ പറയുകയാണ് ആദർശ്. എന്നിട്ട് ആദർശ് നയനയെ ചേർത്ത് പിടിക്കുകയാണ്. അതെ അതെ, കണ്ടാലും പറയും. മോശം കപ്പിൾസിനുള്ള കോമ്പറ്റീഷൻ വെക്കുകയാണെങ്കിൽ ഇവർക്കായിരിക്കും ഫസ്റ്റ് പ്രൈസ് കിട്ടുക. ഞാൻ പറഞ്ഞത് ശരിയല്ലേ ഏട്ടത്തി എന്ന് പറഞ്ഞുകൊണ്ട് ജാനകി ആദർശിനെയും നയനയെയും കളിയാക്കി ചിരിക്കുകയാണ്. ഏട്ടത്തി, അമ്മ പറഞ്ഞതൊന്നും കാര്യമാക്കേണ്ട. കോമ്പറ്റീഷനെയും നിങ്ങൾ എന്തായാലും മത്സരിക്കണം എന്നൊക്കെ പറയുകയാണ് അനി. ഞങ്ങൾ എന്തായാലും മത്സരിക്കുന്നില്ല അനി. കോമ്പറ്റീഷനിൽ മത്സരിച്ചിട്ട് ബെസ്റ്റ് കപ്പിൾസ് ആണെന്ന് തെളിയിക്കേണ്ട ആവശ്യമൊന്നും ഞങ്ങൾക്കില്ല. ഞങ്ങൾ ആരാണെന്ന് ഞങ്ങൾക്ക് 2 പേർക്കും അറിയാം. അത് മതി എന്ന് പറഞ്ഞു നിൽക്കുകയാണ് നയന. അത് കേട്ട് അനാമികയുടെ അമ്മ വന്ന് പറയുകയാണ്, എൻ്റെ മകളോട് മത്സരിക്കാൻ ഇവൾക്ക് പേടിയാണ്, അതാണ് ഇവൾ മത്സരിക്കാത്തത് എന്നൊക്കെ നയനയെ പരിഹസിച്ചുകൊണ്ട് പറയുകയാണ്. ഞാൻ ആരെയും പേടിക്കുന്നില്ല ആൻറ്റി. ഈ കോമ്പറ്റീഷനിൽ ആദർശേട്ടൻ്റെ കൂടെ ഞാനും ഉണ്ടാവും. ആരൊക്കെ മത്സരത്തിൽ പങ്കെടുത്താലും ശരി, ഈ മത്സരത്തിൽ എൻ്റെ മോനെയും മരുമകളെയും തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. എൻ്റെ മോനെയും മരുമകളെയും ഒന്ന് നോക്ക്, എന്ത് നല്ല ചേർച്ചയാണ് അനിയും അനാമികയും. അവർ ഒന്നിച്ച് നിൽക്കുമ്പോൾ ആരും ഒന്ന് നോക്കിപ്പോവും. അതുകൊണ്ട് തന്നെ ഈ 15 ലക്ഷം എൻ്റെ മോനും മരുമകൾക്കും അവകാശപ്പെട്ടതാണ്. എനിക്കതിൽ യാതൊരു സംശയവുമില്ല. അത്രയ്ക്ക് വിശ്വാസമാണ് എനിക്ക് എൻ്റെ അനാമിക മോളെ. അങ്ങനെ അനാമികയെ നോക്കി വളരെ വിശ്വാസത്തോടെ തന്നെ പറയുകയാണ് ജാനകി. 15 ലക്ഷം രൂപ കിട്ടുമെന്ന് ഓർത്ത് വളരെ സന്തോഷത്തോടെ തന്നെ തുള്ളിച്ചാടുകയാണ് രേവതി അവരുടെ ഭർത്താവും. അല്ല വേണുവേട്ടാ, നമുക്ക് ഈ കോമ്പറ്റീഷനിൽ മത്സരിച്ചാലോ? എന്നിട്ട് ആ 15 ലക്ഷം നമുക്ക് തന്നെ സ്വന്തമാക്കിയാലോ എന്ന് രേവതി ചോദിക്കുമ്പോൾ, നമ്മൾ അതിൽ പങ്കെടുപ്പിക്കില്ല രേവതി. കോമ്പറ്റീഷനിൽ ഒരു ഏജ് ലിമിറ്റ് ഉണ്ട്. 50 വയസ്സ് കഴിഞ്ഞാൽ നമ്മളെയൊന്നും അവർ അതിൽ പങ്കെടുപ്പിക്കില്ല എന്നൊക്കെ വേണു രേവതിക്ക് മറുപടി കൊടുക്കുകയാണ്. നവ്യയാണെങ്കിൽ അബിയുടെ അടുത്തേക്ക് വന്ന് പറയുന്നുണ്ട്, എന്തായാലും നമ്മൾ വിൻ ചെയ്യില്ല. നമ്മൾ തമ്മിൽ സ്നേഹത്തിലല്ലെന്ന് എന്തിന് മറ്റുള്ളവരെ അറിയിക്കുന്നത്? എനിക്ക് മത്സരിക്കാൻ ഒട്ടും താല്പര്യമില്ല എന്നൊക്കെ നവ്യ പറയുമ്പോൾ അതെല്ലാം കേട്ടുകൊണ്ട് അങ്ങോട്ട് വരികയാണ് ജലജ. എന്നിട്ട് പറയുകയാണ്, ഈ മത്സരത്തിൽ നിങ്ങൾ 2 പേരും മത്സരിക്കണം. എന്നിട്ട് ആ 15 ലക്ഷം രൂപ എൻ്റെ കയ്യിൽ കൊണ്ടുതരണം. നിങ്ങൾക്ക് ആ പണം വേണ്ടെങ്കിൽ എനിക്ക് അത് വേണം എന്നൊക്കെ ജലജ നവ്യയെയും അബിയെയും ഉപദേശിച്ചു പോവുകയാണ്. അതേസമയം ആദർശും നയനയും റൂമിൽ ഇതേപ്പറ്റി സംസാരിക്കുന്നുണ്ട്. ആദർശേട്ടാ, നമ്മൾ നല്ല കപ്പിൾസ് ആണെന്ന് തെളിയിക്കാൻ വേണ്ടി ഇങ്ങനൊരു മത്സരത്തിൽ പങ്കെടുക്കേണ്ട ആവശ്യമുണ്ടോ? എന്തായാലും നമുക്ക് മത്സരിക്കണം. അനാമിക എന്ത് തറവേലയും കാട്ടി ആ 15 ലക്ഷം സ്വന്തമാക്കും. നിനക്കറിയാമല്ലോ, എന്തും ചെയ്യാൻ പഠിക്കാത്ത കൂട്ടരാണവർ. പാവം അനി, ക്യാഷ് കിട്ടിയാലും അവൻ വാങ്ങില്ല. നമുക്ക് എന്തായാലും ഒന്ന് പോയി നോക്കാം. എനിക്ക് വേണ്ടി നീ മത്സരത്തിൽ പങ്കെടുക്കണം. നീ ഒന്ന് വാ നയനെ എന്നൊക്കെ ആദർശ് പറയുമ്പോൾ, ആദർശേട്ടന് ഇത്രയും താല്പര്യമുണ്ടെങ്കിൽ ഞാനൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞ് നയന ഓക്കെ പറയുകയാണ്. പിന്നീട് അനിയുടെ അടുത്തേക്ക് അനാമിക വളരെ സന്തോഷത്തോടെ തന്നെ പോകുന്നുണ്ട്. അനി, ഈ കോമ്പറ്റീഷനിലെങ്കിലും നീ എന്നെ കൊണ്ടുപോകാം. ആരും നമ്മൾ തന്നെ വിൻ ചെയ്യും. നമ്മളായിരിക്കും ബെസ്റ്റ് കപ്പിൾസ്. അതെല്ലാവർക്കും നമ്മൾ കാണിച്ചു കൊടുക്കണം. അങ്ങനെയൊക്കെ അനാമിക പറയുമ്പോൾ, എന്തിന്? നമ്മൾ തമ്മിൽ ഇഷ്ടക്കേടുണ്ടെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. അതിനി നാട്ടുകാരെയും കൂടി അറിയിക്കണോ എന്നൊക്കെ ചോദിക്കുകയാണ് അനി. നീ എന്തു തന്നെ പറഞ്ഞാലും ശരി, നാളെ ആദർശേട്ടനെ നയനയെ വിൻ ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് നീ എൻ്റെ കൂടെ വന്നേ പറ്റൂ. നീ ഒന്ന് നിന്ന് തന്നാൽ മതി, ബാക്കിയല്ല ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞ് അനിയെ സമ്മതിപ്പിക്കുകയാണ് അനാമിക. അടുത്ത ദിവസം 3 പേരും അവരുടെ ഭാര്യമാരുമായിട്ട് കോമ്പറ്റീഷനിൽ മത്സരിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അങ്ങനെ മത്സരം വളരെ നല്ല രീതിയിൽ തന്നെ പുരോഗമിക്കുന്നുണ്ട്. ജഡ്ജസ് ചോദിച്ച ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്ത് അവരൊക്കെ അവരുടെ രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. അവസാനം ജഡ്ജസ് റിസൾട്ട് പറയാൻ വേണ്ടി വരുന്നുണ്ട്. എന്നിട്ട് ജഡ്ജസ് അനാമികയെ നോക്കി ഇങ്ങനെ പറയുകയാണ്, ഈ കുട്ടി മത്സരിക്കാൻ വന്നതാണോ? പണത്തിന് മാത്രം വേണ്ടി വന്നതുപോലെ തോന്നുന്നുണ്ട്. പിന്നെ ഇവളും ഇവളുടെ ഹസ്ബൻഡും തമ്മിൽ യാതൊരു അണ്ടർസ്റ്റാൻഡിങ് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവർ ബെസ്റ്റ് കപ്പിൾസ് ആക്കാൻ യാതൊരു യോഗ്യതയുമില്ല. ഇവിടെ ബെസ്റ്റ് കപ്പിൾസായി തിരഞ്ഞെടുത്തത് ആദർശിനെയും നയനയുമാണ്.
അവർ തമ്മിൽ പരസ്പര സ്നേഹവും ബഹുമാനവും എല്ലാം തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞ് ആ 15 ലക്ഷം ആദർശിനും നയനയ്ക്കും കൊടുക്കുകയാണ്. അത് കണ്ട് എല്ലാവരും കൈയടിക്കുമ്പോൾ ദേഷ്യം വന്ന അനാമിക അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ അനന്തപുരി ജാനകി ഇങ്ങനെ ചിന്തിക്കുകയാണ്, വിൻ ചെയ്തത് അനാമികയെ അനിയുമായിരിക്കും. ആ ആദർശം നയനയും തുടക്കത്തിൽ തന്നെ പുറത്തു പോയിട്ടുണ്ടാകും എന്നൊക്കെ ജാനകി ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ നയന ആ ക്യാഷ് പ്രൈസുമായിട്ട് അനന്തപുരിയിലേക്ക് വരികയാണ്. ജാനകിക്കാണെങ്കിൽ അത് ഒട്ടും ഇഷ്ടമായിട്ടില്ല. എന്താ അനാമിക മോളെ, നിങ്ങൾക്കല്ലേ ക്യാഷ് പ്രൈസ് കിട്ടേണ്ടത്? ജഡ്ജസ് ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും നിങ്ങൾ കറക്റ്റായിട്ട് ആൻസർ നൽകിയില്ലേ? എന്താണ് പറ്റിയത് എന്നൊക്കെ ജാനകി ചോദിക്കുമ്പോൾ, ഇല്ല അമ്മേ, അവർ എക്സ്പെക്റ്റ് ചെയ്തതുപോലെ ആൻസർ ചെയ്യാൻ എനിക്ക് പറ്റിയില്ല. ആ 15 ലക്ഷം നയനയ്ക്ക് കിട്ടിയല്ലോ, ഇനി അവളുടെ അഹങ്കാരം ഞാനല്ലേ കാണേണ്ടത്? അവളും അവളുടെ ഒരു ആദർശേട്ടനും അവരാണ് അത്രേ ബെസ്റ്റ് ജോഡി. അവിടെ വന്നിരിക്കുന്ന ജഡ്ജസ് കണ്ണുപൊട്ടന്മാരാണോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അനാമിക. ആ സമയം രേവതി വന്ന് അനാമികയെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. മോളെ, ഏതായാലും 15 ലക്ഷം രൂപ മാത്രമല്ലേ അവർക്ക് കിട്ടിയുള്ളൂ, 15 കോടിയൊന്നും കിട്ടിയില്ലല്ലോ. എന്തായാലും എൻ്റെ മോള് സമാധാനത്തോടെ നിൽക്ക് എന്നൊക്കെ പറഞ്ഞ് അനാമികയെ ആശ്വസിപ്പിക്കുകയാണ് രേവതി. 15 രൂപയായാലും 15 ലക്ഷമായാലും നയന മോളും ആദർശം കഷ്ടപ്പെട്ടതിൻ്റെ പ്രതിഫലമാണിത്. എനിക്ക് അത്രയും ഉറപ്പുള്ള കാര്യമാണ്, ഫസ്റ്റ് പ്രൈസ് നയന മോളും ആദർശം തന്നെ വാങ്ങുമെന്ന്. ഞങ്ങൾ ഈ മത്സരത്തിൽ വിജയിക്കാൻ കാരണം ഈ നയനയാണ് മുത്തശ്ശ. നയന വളരെ നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തിരുന്നു. ജഡ്ജസ് ഏതെല്ലാം രീതിയിലുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുക എന്ന് നല്ല രീതിയിലുള്ള ധാരണ തന്നെ ഇവൾ ഇന്നലെ ഉണ്ടാക്കിയിരുന്നു. പക്ഷെ ഞാൻ അതിനൊന്നും ശ്രമിച്ചില്ല എന്നൊക്കെ ആദർശ് പറയുമ്പോൾ ഇത് കേട്ട് ദേവയാനി പറയുകയാണ്, ഒന്ന് നിർത്തട നീ നിൻ്റെ ഭാര്യയെക്കുറിച്ചുള്ള പുകഴ്ത്തൽ. നിങ്ങൾ തമ്മിൽ അത്ര ചേർച്ചയൊന്നുമില്ല. ഇവർ തമ്മിൽ അത്ര അടുപ്പത്തിലല്ല എന്ന കാര്യം ഇവിടെയുള്ളവർക്കല്ലേ അറിയൂ, അല്ലാതെ നാട്ടുകാർക്കൊന്നും അറിയില്ലല്ലോ എന്നൊക്കെ ദേവയാനി ദേഷ്യത്തോടെ തന്നെ മറുപടി കൊടുക്കുകയാണ്. നയനെ, ഈ പണം നീ നിൻ്റെ അക്കൗണ്ടിൽ ഇട്ടാൽ മതി. എനിക്ക് ഈ പണത്തിൻ്റെ ആവശ്യമില്ല, ആവശ്യത്തിനുള്ളത് ഞാൻ തന്നെ ഉണ്ടാക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ആദർശ് പറയുമ്പോൾ, വേണ്ട ആദർശേട്ടാ, എനിക്ക് പണത്തിനോട് അത്ര ആഗ്രഹമില്ലെന്ന് ആദർശേട്ടന് അറിയില്ലേ. ഈ പണം ആദർശേട്ടൻ്റെ അമ്മയുടെ കയ്യിൽ കൊടുത്താൽ മതി എന്നൊക്കെ നയന പറയുമ്പോൾ, എനിക്കൊന്നും വേണ്ട ഇവളുടെ പണം വാങ്ങേണ്ട ഒരാവശ്യവും എനിക്കില്ല. പണവും സ്വർണമെല്ലാം ആവശ്യത്തിലധികം തന്നിട്ടാണ് എന്നെ അനന്തപുരിയിലേക്ക് വിവാഹം കഴിപ്പിച്ചത് എന്നൊക്കെ പറയുകയാണ് ദേവയാനി. ഇവളുടെ പണം ഞാൻ കൈ കൊണ്ട് പോലും തൊടില്ല എന്നൊക്കെ ദേവയാനി പറയുമ്പോൾ നയനയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ട് നിൽക്കുന്നുണ്ട്. ദേഷ്യം വന്ന ദേവയാനിയുടെ ഭർത്താവ്, എടി ദേവയാനി, നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, എല്ലാവരുടെ മുന്നിൽ വെച്ച് നയനമോളെ ഇങ്ങനെ താഴ്ത്തി കെട്ടി സംസാരിക്കരുത്, അത് എനിക്ക് ഒട്ടും ഇഷ്ടമില്ല. നിന്റെ പണവും സ്വർണമൊന്നും കണ്ടിട്ടല്ല ഞാൻ നിന്നെ ഇങ്ങോട്ട് വിവാഹം കഴിച്ചത്, നിന്റെ സ്വഭാവം കണ്ട് മാത്രമാണ്. നീ നിന്റെ അന്നത്തെ സ്വഭാവമൊന്നുമല്ല ഇന്ന് നീ കാണിക്കുന്നത്. ഇനിയും നീ അനാമിക മോളെ ഇങ്ങനെ വില കുറച്ച് കാണിക്കുകയാണെങ്കിൽ എനിക്ക് കടുത്ത തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. പിന്നെ കരയാൻ പോകുന്നത് നീ മാത്രമായിരിക്കും ദേവയാനി എന്നൊക്കെ ദേവയാനിയെ നോക്കി ജയൻ പറയുന്നുണ്ട്. നയനെ, നീ എന്തിനാ പണം വാങ്ങാൻ ഇങ്ങനെ മടിച്ചു നിൽക്കുന്നത്? ഇത് നിനക്കും ആദർശേട്ടന് മാത്രം അവകാശപ്പെട്ടതാണ്, അതുകൊണ്ട് എന്തായാലും നീ ആ പണം വാങ്ങണം എന്നൊക്കെ നവ്യ വളരെ സന്തോഷത്തോടെ പറയുന്നത് കേട്ടപ്പോൾ നയന ആ 15 ലക്ഷം വാങ്ങിക്കുന്നുണ്ട്. അതെല്ലാം കണ്ട് സഹിക്കാൻ കഴിയാതെ നിൽക്കുകയാണ് അനാമികയും അവളുടെ അച്ഛനും അമ്മയും. മാത്രമല്ല ദേവയാനിക്കും ജാനകിക്കും ജലജയ്ക്കും ഒന്നും ഒട്ടും ഇഷ്ടമായില്ല. ഒറ്റ ദിവസം കൊണ്ട ഒന്നുമില്ലാത്തവളുടെ കയ്യിൽ 15 ലക്ഷം വന്നു ചേർന്നത്. ഇത്രയും കാലം പണത്തിന് വേണ്ടി പലതും ചെയ്ത നമ്മുടെ മകൾക്ക് ഈ വീട്ടിൽ നിന്ന് ഒന്നും കിട്ടിയില്ല എന്നൊക്കെ അച്ഛൻ പറയുമ്പോൾ, ആ നയനയും അവളുടെ ചേച്ചിയും ഈ വീട്ടിലുള്ളിടത്തോളം കാലം നമ്മുടെ മകൾക്ക് ഈ വീട്ടിൽ നിന്ന് ഒന്നും കിട്ടില്ല വേണുവേട്ടാ, എല്ലാം അവൾമാരടിച്ചു മാറ്റിക്കോളും, നമ്മുടെ മകൾ വെറും ഒരു പാവം, ഒരുപാട് ആഗ്രഹിച്ചതാണ് നമ്മുടെ മകൾ ആ പണം, പക്ഷെ ഒന്നും കിട്ടിയില്ല എന്നൊക്കെ രേവതി മറുപടി കൊടുക്കുന്നുണ്ട്. നയന ആ പണം വാങ്ങുന്നത് കണ്ട് സങ്കടം സഹിക്കാൻ കഴിയാതെ അനാമിക അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് ഓടിപ്പോകുന്നുണ്ട്.